എറണാകുളം നഗരത്തോട് ചേർന്നു കിടക്കുന്ന കുമ്പളങ്ങി എന്ന കടലോര ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ നിത്യജീവന്റെ പാത എത്തിച്ചേരുന്നത്. ഇത് ടെനി തോമസ്. ലഹരിക്കും മറ്റു തിന്മകൾക്കും അടിമപ്പെട്ട അനേകം യുവജനങ്ങളെ ആ തിന്മയുടെ പിടിയിൽ നിന്നും നന്മയുടെ ലോകത്തേക്ക് ആനയിക്കുന്ന ഒരു വ്യക്തി. ഈശോയുടെ വചനം ഹൃദയത്തിൽ ഒരു ഉണർത്തുപാട്ടായപ്പോൾ തൻ്റെ ഈ കൊച്ചു ഗ്രാമത്തിൽ അനേകം ജീവിതങ്ങൾക്ക് പ്രകാശമേകുവാൻ സഞ്ചരിക്കുന്ന ജീവിതം. ഇവരുടെ കൂട്ടായ്മയും പ്രാർത്ഥനയും പ്രവർത്തനവും വഴി ഇവിടുത്തെ അനേകം യുവജനങ്ങൾ ഇന്ന് തിന്മയുടെ ലോകത്തിൽ നിന്നും പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നുവരുന്നു. മദ്യമെന്ന സാമൂഹിക തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവിധ ശുശ്രൂഷകളെക്കുറിച്ചും ടെനി നമ്മോട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ നിത്യജീവൻ്റെ പാതയിൽ അനേക വ്യക്തികൾ കടന്നുപോയി. അവരുടെ വ്യക്തി ജീവിതത്തിലൊക്കെ യേശുവാനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴേ അവർ പലപ്പോഴും മറ്റുള്ളവരിലേക്ക് കാരുണ്യമായിട്ടും അനുകമ്പയായിട്ടും താഴ്ന്നവനെ ഉയർത്തുന്നതായിട്ടും പല രീതിയിൽ പ്രവർത്തിച്ചവർ വന്നുപോയി. ഈ ആഴ്ചയിൽ ടെനിയിലൂടെയാണ് കർത്താവ് മഹത്വപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈശോ കടന്നു വന്നപ്പോൾ സമൂഹത്തിൽ അതെങ്ങനെ ഉപകാരമായെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. കർത്താവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? വീട്ടിലെ സാഹചര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ഏതാണ്ട് ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് പെങ്ങളുടെ വിവാഹത്തിൻ്റെ സമയത്ത് ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ അന്ന് ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞ് കേൾക്കുന്ന ഒരവസ്ഥ കാലഘട്ടമായിരുന്നു. 20-25 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ എനിക്കൊരു സംശയം, ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞായറാഴ്ച പള്ളികളിൽ പോവും, പ്രാർത്ഥിക്കും, വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനെയൊക്കെ രോഗങ്ങൾ സൗഖ്യമാകുന്നു, കൈകാലുകൾ നേരെയാകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചില്ല. അങ്ങനെ എൻ്റെ പെങ്ങളുടെ ആവശ്യപ്രകാരം ഞാനങ്ങനെ ചോദിച്ചു, ഒറ്റയ്ക്കൊന്ന് ഡിവൈനിൽ പോയി ധ്യാനം കൂടണം, ഗാനം കൂടുക എന്ന് ഉദ്ദേശിക്കുന്നത് ശരിയാണോ തെറ്റാണോ, ഇത് കാര്യങ്ങൾ നടക്കുന്നതാണോ ഇല്ലയെന്ന് അറിയണം, അനുഭവിച്ചറിയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലാഘവത്തോടു കൂടിയാണ് ഞാൻ ഡിവൈനിലേക്ക് കടന്നു ചെല്ലുന്നത്. ഡിവൈനിലേക്ക് കടന്നു ചെന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ആൾക്കാരെ കണ്ടപ്പോഴേ തോന്നി ഇവർ എന്നെപ്പോഴേ പൂർണ്ണന്മാരാകാൻ സാധ്യതയില്ല. കാരണം ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് അതുപോലെ ആയിരിക്കും ഇവരും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. എങ്കിലും അവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടായി. കാരണം അതുവരെ കിട്ടാത്തൊരു പ്രത്യേക അനുഭൂതി. ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊരവസ്ഥ കണ്ടപ്പോൾ തീർച്ചയായിട്ടും കൊള്ളാം എന്നെനിക്ക് തോന്നി. ആദ്യത്തെ ദിവസം അങ്ങനെ പുറകിലൊക്കെ പോയി കുത്തിയിരുന്നു. ആരൊക്കെയുണ്ട്, രോഗികളായിട്ട് ആരൊക്കെയുണ്ടെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി. കൈകാലുകളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ, രക്ഷപ്പെടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി വെച്ചു. ശരിയാണോ ഇല്ലെന്ന് അറിയണമല്ലോ. അങ്ങനെ കുറേ നേരം അവിടെ പ്രെയർ നടക്കുമ്പോഴെല്ലാം, പ്രസംഗങ്ങൾ നടക്കുമ്പോഴെല്ലാം അപ്പുറം ഇപ്പുറമൊക്കെ ശ്രദ്ധിച്ച് ആർക്കെങ്കിലും സൗഖ്യം പ്രാപിക്കണുണ്ടോ എന്നുള്ളൊരു ചിന്താഗതിയിലൊക്കെ ഇരുന്നത്. ഒരു നിമിഷത്തിൽ പ്രത്യേകിച്ച് ഒരു വചനം എന്നെ ടച്ച് ചെയ്തു. അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം ടച്ച് ചെയ്തു. അപ്പോൾ ഞാൻ തിരിഞ്ഞ് അച്ഛനിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിയുടെ അനുഭവം പറഞ്ഞു. അപ്പോൾ ആ വ്യക്തിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിന് ഉറപ്പായിട്ടും സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ളൊരു തോന്നലിൽ പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ വചനത്തെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി, കേട്ടു തുടങ്ങിയപ്പോൾ എനിക്കതൊരു സുഖമായിട്ട് സന്തോഷമായിട്ട് മാറി. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് സൗഖ്യം കിട്ടുന്നുള്ള ശ്രദ്ധയൊക്കെ മാറ്റിയിട്ട് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ട് കേൾക്കുവാനായിട്ട് ശ്രമിച്ച് ധ്യാനത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ സ്തുതിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരിക്കും ജീവിക്കുന്ന ദൈവം ഇവിടെയുണ്ട്. നമ്മൾ അന്വേഷിക്കാത്തത് കൊണ്ട് കാണാൻ സാധിക്കാത്തതാണ്. നമ്മുടെ അന്ധമായ ചിന്താഗതികളും ലോകത്തിൻ്റെതായിട്ടുള്ള ആ ജീവിതശൈലികളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, സംശയദൃഷ്ടിയോടുകൂടി നമ്മൾ വീക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് പറ്റുന്ന തെറ്റുകളാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി തിരിച്ച് പോന്നു. വീണ്ടും പള്ളിയുമായിട്ടടുത്ത് കുറച്ച് പ്രവർത്തിക്കണമെന്നൊക്കെ ആലോചിച്ചു. എന്നാലും പള്ളി പ്രവർത്തനങ്ങളല്ല ഉദ്ദേശിച്ചത്, പ്രാർത്ഥന അവസ്ഥയിലൊന്ന്. അപ്പോൾ ഒന്ന് പള്ളികളിൽ കരസ്മാറ്റിക്കിൻ്റെ പ്രെയറുകൾ നടന്നിരിക്കുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ ഇടയ്ക്ക് വെള്ളിയാഴ്ച ദിവസമൊക്കെ ആയിരുന്നു പോയി അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കും. പിന്നെ കോളേജിൽ പോകുന്ന അവസ്ഥയിലാണ്ട് പലപ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിലാണ് പോകാൻ സാധിക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 3 മണി വരെയൊക്കെ പ്രെയർ ഉണ്ടാവും, അവിടെ പോയിരിക്കും. അങ്ങനെ കുറേശ്ശെ പ്രാർത്ഥിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് പെട്ടെന്ന് ഒരു നൈറ്റ് പ്രെയറിന് പോകുന്നത്. 2ാം ശനിയാഴ്ച എറണാകുളത്തെ ആൽബർട്ട്സ് കോളേജിൽ
നമ്മുടെ അലക്സാണ്ടർ കുരിക്കാട്ടിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നൈറ്റ് പ്രെയറിൽ ആദ്യം പോയപ്പോൾ അച്ഛൻ പറഞ്ഞ മേഖലകളെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്. അച്ഛൻ അവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ച മേഖലകൾ ഇതൊക്കെയായിരുന്നു. ഒന്ന് ജീസസ് ഫ്രറ്റേണിറ്റി എന്നായിരുന്നു ഗ്രൂപ്പിൻ്റെ പേര്. ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തനങ്ങൾ നോക്കിയപ്പോൾ ഒന്ന് ജയിൽ മിനിസ്ട്രി ആയിരുന്നു. ജയിലിൽ മാസം തോറും ചെന്ന് സന്ദർശിച്ച് അവിടെയുള്ള വിക്ടിംസിനെയൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് അവരോട് സംസാരിക്കുക. അതിനുള്ള അനുവാദം അന്നത്തെ ജയിലിലെ അധികാരികൾ തന്നിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചു. അവിടെ കേട്ടത് മുഴുവൻ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട, ആരും തിരിഞ്ഞു നോക്കാത്ത രീതിയിലുള്ള ആൾക്കാരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട പുനരധിവാസം നൽകുക, അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമായിരുന്നു. യുവാവെന്ന നിലയിൽ എനിക്കന്ന് അത് വലിയ ഹരമായി തോന്നി. കാരണം എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് അതിന് തൊട്ട് മുമ്പ് വരെ ശരിക്കും പറഞ്ഞാൽ മദ്യപാനവും മയക്കുമരുന്നും മറ്റെല്ലാവിധ സാഹചര്യങ്ങളും ഞാൻ കടന്നു പോയിട്ടുണ്ട്. കോളേജ് ഫസ്റ്റ് ഇയറിൽ കോളേജിലിരിക്കുമ്പോൾ എൻ്റെ 2 പോക്കറ്റിലും ദിനേശ് വീഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഒരു ഇൻ്റർവെൽ ടൈം കിട്ടിയ അപ്പോൾ തന്നെ പോയി വീഡിയോ വലിക്കും. അപ്പോൾ അന്ന് വീട്ടിൽ ഞങ്ങൾക്ക് കമ്പോലയുണ്ട്. കമ്പോല വലിക്കുമ്പോൾ ചെമ്മീൻ കിട്ടും. അപ്പോൾ അത് പൈസയ്ക്കൊന്നും വലിയ മോശമാകാത്ത കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുമായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ മദ്യപാനം ഉണ്ടായിരുന്നു. എന്നാൽ വലിയ മദ്യപാനിയല്ല, അത്യാവശ്യത്തിന് മദ്യപിക്കുക, അത്യാവശ്യത്തിന് പുകവലിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ അതെനിക്ക് പുകവലി കൂടിപ്പോയി. കോളേജിലേക്ക് ചെന്നപ്പോൾ എന്നെ നോക്കാനും അന്വേഷിക്കാനും ആരും ഇല്ല എന്നുള്ള തോന്നലിൽ ഇഷ്ടമുള്ള പോലെ. അപ്പോൾ എനിക്ക് കോളേജിലൊരു അധ്യാപനം നല്ലപോലെ വലിക്കുമായിരുന്നു. അപ്പോൾ അത് ഒരു ക്രെഡിറ്റായിട്ട് തോന്നി. സ്ഥിരമായിട്ടൊരു വലി പോലെ കഴിയുന്ന 2 പൊതി വീഡിയും ചിലപ്പോൾ ഒരു സിഗരറ്റൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോഴാണ് പെങ്ങളെ ഒരു പ്രാവശ്യം ഇതുപോലെ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്നതിൻ്റെ അടുത്ത് നീ ശരിയല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് അങ്ങനെയാണ് ധ്യാനത്തിന് പോകുന്നത്. പിന്നെ അച്ഛൻ്റെ അടുത്ത് എത്തി. അച്ഛനുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നേരിട്ട് ദൈവത്തെ കണ്ട ഒരവസ്ഥ എനിക്ക് തോന്നിയതുപോലെ. കാരണം ജീവിക്കുന്ന ദൈവങ്ങളെന്ന് പറയാൻ പറ്റിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലുള്ള നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക പ്രകാശം മുഖത്തുണ്ട്. അതുപോലെ തന്നെ ധ്യാനം കൂടുമ്പോഴാണെങ്കിലും പനക്കലച്ഛനും അവിടുത്തെ അച്ഛന്മാർക്ക് ഒരു പ്രത്യേക പ്രകാശം. അപ്പോൾ എനിക്ക് അച്ഛന്മാരുള്ള ഒരു സ്നേഹം കൂടി തുടങ്ങി. അലക്സാണ്ടർ അച്ഛനെ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ മേഖലകൾ ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അച്ഛന്മാരുണ്ടോ എന്നുള്ളൊരു തോന്നലിൽ അച്ഛനായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടു. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ധ്യാനത്തിന് ആളുകളെ കൊണ്ടുപോകാൻ തുടങ്ങി. ചെറിയ വണ്ടി മാറ്റി വലിയ വണ്ടിക്ക് 10, 50, 60, 2 വണ്ടി വരെയൊക്കെ എടുത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ കുമ്പളങ്ങിക്കാർ വരുമ്പോൾ ഒരു ഹരമായിരുന്നു. കാരണം കുമ്പളങ്ങിയിൽ നിന്നായിരുന്നു എക്കാലവും കൂടുതൽ ജനങ്ങൾ വരുന്നത്. നമ്മൾ യൂത്തിനെ കൂടുതൽ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചു. കാരണം നമുക്ക് ഫ്രണ്ട്ഷിപ്പുള്ള ആ മേഖലകളിലൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ കുറേ പേരെ അടുപ്പിച്ചു. പിന്നെ അച്ഛൻ്റെ കൂടെ നമ്മൾ മട്ടാഞ്ചേരി, എറണാകുളം ജയിലുകളൊക്കെ വിസിറ്റ് ചെയ്ത് പിന്നെ ഈ വാടക ഗുണ്ടകളായിട്ടുള്ള ആൾക്കാരെ പോയി അച്ഛൻ്റെ കൂടെ പോയി പരിചയപ്പെട്ടു. പിന്നെ അച്ഛനായിട്ട് ചേർന്ന് ഒത്തിരി അറിയാതെയും അറിഞ്ഞുമൊക്കെ ഇങ്ങനെ ആ മേഖലകളിലൂടെ കുറേ സഞ്ചരിച്ചു. പിന്നെ ഞങ്ങൾ ആ പ്രവർത്തനം കുമ്പളങ്ങിയിലേക്ക് അച്ഛനോട് ചോദിച്ചിട്ട് കുമ്പളങ്ങി മൊത്തം ഒന്ന് ശരിയാക്കി എടുക്കണം എന്നുള്ള ചിന്താഗതിയിൽ കുമ്പളങ്ങിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങളൊരു അന്നത്തെ കാലഘട്ടത്തിൽ മദ്യവും മയക്കുമരുന്നുമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരും തിരിച്ചു വന്ന മേഖലകൾ അതൊക്കെയായിരുന്നു. അപ്പോൾ ആ മേഖലകൾ തന്നെ ആദ്യം ആ മേഖലകളിലവരെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ എന്നേക്കാൾ സീനിയേഴ്സായിരുന്നു അപ്പോൾ കൂടുതലും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ടെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു അന്നുള്ളത്. കാരണം കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഏൽപ്പിക്കും, നമ്മളത് ഗൈഡ് ചെയ്യും. അവരെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. പിന്നെ ലീഡർഷിപ്പും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരു മെസ്സേജ് എടുക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. ആ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ കാർണിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ കാർണിവലിൽ ഒരു മദ്യത്തിൻ്റെതായിട്ടൊരു ടാബ്ലോ നടത്തണം. അങ്ങനെ ഒരു വലിയ ഗ്ലാസ് റെഡിയാക്കി 40 ഫീറ്റ് കണ്ടെയ്നർ ഒരെണ്ണം എടുത്തു. അതുമേൽ നല്ല ചകിരിച്ചോറൊക്കെ നിറച്ച് വലിയൊരു പാമ്പ് സർപ്പത്തിൻ്റെ ആകൃതിയിൽ നല്ലൊരു വലിയ ടാബ്ലോ റെഡിയാക്കി അത് അവതരിപ്പിക്കുകയും ചെയ്തു. വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അത് അന്ന് സെക്കൻഡ് പ്രൈസ് വരെ കിട്ടിയാൻ ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ അത് നമ്മുടെ കുമ്പളങ്ങി നാടിനെ തന്നെ ഒത്തിരി പിടിച്ചു കുലിക്കുന്നത്. കാരണം കുമ്പളങ്ങി നാട്ടുകാർ നോക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ മദ്യപിച്ചും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന കുറേ വ്യക്തികൾ അവർ ഇന്ന് അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സപ്പോർട്ട്, ഗ്രൗണ്ട് സപ്പോർട്ട് ഒത്തിരി കിട്ടുമായിരുന്നു. അങ്ങനെ മദ്യത്തിനെതിരെ ഒരു ഏപ്രിൽ 1 ഞങ്ങൾ ഒരു മനുഷ്യ ചങ്ങല തീർക്കണം എന്നുള്ള ആഗ്രഹത്തിൽ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത്. അന്ന് യാത്രാ സൗകര്യം മതിയൊന്നുമില്ല, എല്ലാവരും സൈക്കിൾ ചവിട്ടി നടക്കുന്ന കാലഘട്ടം. തെക്കേറ്റം തൊട്ട് വടക്കേറ്റം വരെ ഈ അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ട് പോയി അച്ഛന്മാരെയൊക്കെ അറിയിച്ചു, എല്ലാ ഇടവകളിലും അറിയിച്ചു. അങ്ങനെ ഒരു ഏപ്രിൽ 1 കുമ്പളങ്ങി ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ചങ്ങല സൃഷ്ടിച്ചു.
അപ്പോൾ കൂടുതൽ കൂടുതൽ ഹരമായി. കാരണം കൂടുതൽ കൂടുതൽ ചെയ്യണം, എല്ലാവരും അങ്ങനെ അംഗീകാരം കിട്ടിത്തുടങ്ങി എന്നുള്ളൊരു തോന്നൽ കൂടി എല്ലാവർക്കും. പിന്നെ അത് മദ്യത്തിലേക്ക് മാറി. മദ്യത്തിലേക്ക് നിൽക്കുമ്പോഴെങ്കിൽ ഇപ്പോൾ എൻ്റെ അപ്പച്ചനുൾപ്പെടെ മദ്യപിക്കുന്നത് നല്ലൊരു മദ്യപാനിയായിരുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ ഫ്രണ്ട്സ് പലവർക്കും നമ്മളെ അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ അവസ്ഥയിൽ ഇവരുമായിട്ട് ഇറങ്ങി 7 മണി 8 മണി 9 മണി 10 മണി സമയത്തൊക്കെ കുമ്പളെങ്കിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് മദ്യം കഴിക്കുന്നവരെ പറഞ്ഞു വിടുകയും അവരുടെ കയ്യിലുള്ള കുപ്പികളൊക്കെ മേടിച്ചിട്ട് തല്ലിപ്പൊട്ടിച്ച് കളയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ പഴയ ഗ്യാങ് എന്നുള്ള രീതിയിൽ ഇവർക്കും ഭയമാർന്നു ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ. അപ്പോൾ പൊതുവേ ചിലപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് പോകും, കുപ്പികളൊക്കെ അവിടെ ഇരിക്കും, ഞങ്ങൾ അതുകൊണ്ട് തല്ലിപ്പൊട്ടിക്കും. പിന്നെ ഈ വിൽക്കുന്നവരെ അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരെ ഈ വിൽപ്പന നിർത്തിയാൽ ഇതിൻ്റെ കുറവ് ഇത് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മേഖലകളിൽ കുറേ പ്രവർത്തിച്ചു. രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഒളിച്ചും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ പോലീസിനെയൊക്കെ അറിയിച്ച് ഒരു വീട്ടിൽ കയറി 10-30-40 മദ്യക്കുപ്പികൾ പിടിച്ചു. അത് പ്രമാദമായിരുന്നു, പേപ്പറിലൊക്കെ വന്നിരുന്നു അതൊക്കെ. പക്ഷേ ആ സമയത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ കൂടിപ്പോയി. എല്ലാവർക്കും പ്രവൃത്തി കൂടിക്കൂടി പോയി കഴിഞ്ഞാൽ പ്രാർത്ഥന കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയി. കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലായി. നമ്മളത് കൂടുതൽ അങ്ങനെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ പിന്നെ പ്രെയറിലേക്ക് മാറി. വീണ്ടും പ്രാർത്ഥനയും പ്രവർത്തനവും കൂടിയായി. അങ്ങനെ ആ അടിച്ചു പൊട്ടിക്കലും പരിപാടിയൊക്കെ നിർത്തി, കുപ്പി അടിച്ച് തല്ലിപ്പൊട്ടിക്കലൊക്കെ നിർത്തിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു 1-2 കേസുമൊക്കെ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. പക്ഷേ കാര്യങ്ങൾ മേലധികാരികൾ ഞങ്ങൾ ചെന്ന് സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം ഒരു നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. അങ്ങനെ അത് നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കേസുകൾ വന്നപ്പോഴാണെങ്കിലും അത് കൈകാര്യം ചെയ്ത് വിട്ടു. തിന്മയുടെ പിടിയിലമർന്ന അനേകം യുവാക്കൾക്ക് ഇവർ പുതിയ പ്രകാശം നൽകുന്നു. നമ്മുടെ നാഥന്റെ സ്നേഹം ഇവർക്ക് പകർന്നു നൽകുകയും അതുവഴി അവരെ തിരുസഭയോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. ഒരു കാലത്ത് അശുദ്ധി വാണിരുന്ന ഈ ഗ്രാമത്തിൽ ഇപ്പോൾ പുതിയ സുവിശേഷ സുഗന്ധം പകരുവാൻ ഇവർ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല? അത് പറഞ്ഞില്ല. അപ്പോൾ വീട്ടിലുള്ളത് അപ്പച്ചൻ, അമ്മച്ചി, പിന്നെ 4 സഹോദരങ്ങളാണ് ഞങ്ങൾ. 3 പേരും കല്യാണം കഴിച്ച് മാറി. ഞാനാണിപ്പോൾ വീട്ടിലുള്ളത്. ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. ഭാര്യയുടെ പേര് രാജി. പിന്നെ ഒരാൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയ കുട്ടിക്ക് 2.5 വയസ്സ്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ആ പ്രയർ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വന്ന് ഇപ്പോൾ തുടങ്ങി. ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് വീണ്ടും ഒരുമിച്ച് കൂടി പഴയതിനേക്കാൾ വരും. അപ്പം അന്ന് നമ്മളൊരു 10-40-50 പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ കുറേ പേരൊക്കെ വീണ്ടും മദ്യപാനത്തിലേക്ക് പോയി. കാരണം പ്രാർത്ഥന ഇല്ലാണ്ട് വന്നപ്പോൾ കുറേ പേര് വിട്ടുപോയി. വീണ്ടും അച്ഛനെ കണ്ടുമുട്ടി വീണ്ടും പ്രാർത്ഥനയും കാര്യങ്ങളും തുടങ്ങി. പുനരധിവാസത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് സുഖമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊരു സ്ഥലമില്ലാത്ത, കാരണം പള്ളിയിൽ ചെന്ന് പള്ളിയിലെ സമയത്തിനനുസരിച്ച് പ്രാർത്ഥിച്ച് പോരുന്ന അവസ്ഥയാണ്. പിന്നെ ഞങ്ങൾ ആരെങ്കിലും വീടുകളിൽ കൂടി 10 മണി 11 മണി വരെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കൂട്ടത്തിലൊരു വ്യക്തി തന്നെ അവരുടെ അപ്പച്ചനും അമ്മച്ചിയും ഒരു ജപമാല കൂടാരം എന്ന് പറഞ്ഞൊരു കൂടാരം നമ്മുടെ ഐലൻഡിലായിട്ട്, കാരണം ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലത്താണ്. 4 വശവും വെള്ളമാണ്. ഈ ഒരു വീട് മാത്രമേ അവിടെ ഉള്ളൂ. അതിനടുത്ത പ്രദേശത്തൊന്നും വീടില്ല. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം സൂചിച്ച് പ്രാർത്ഥിച്ചാലും ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു കാര്യമായിട്ട് തോന്നി. എല്ലാവരും സമയം എപ്പോഴാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരുമിച്ച് വിളിച്ച് പറഞ്ഞ് ഒരുമിച്ച് കൂടും. പിന്നീട് അത് റെഗുലറായി ഓർഡറായി. ഇപ്പം ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചകളിലും 2 മണി തൊട്ട് 5 മണി വരെ ഉണ്ട്. 4ാമത്തെ ഞായറാഴ്ചയിൽ നമുക്ക് പുറത്തുനിന്ന് അച്ഛന്മാരോ വലിയ ബ്രദേഴ്സ് ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. ഒത്തിരി പേര് പാലസ്ഥാനച്ചനുണ്ടാവും, അല്ലെങ്കിൽ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ സന്തോഷ് കരിമത്തർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തൃശ്ശൂരുള്ള നമ്മുടെ റാഫേൽ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊതുവേ നമ്മൾ വിളിക്കുന്ന എല്ലാ വ്യക്തികളും പ്രാർത്ഥിച്ചിട്ട് വിളിക്കുന്ന കാരണം തമ്പുരാനെല്ലാം ക്രമീകരിക്കുന്നുണ്ട്. തമ്പുരാൻ്റെ കൃപയിലെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. ജപമാല കൂടാരം എന്ന പേരിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ കൂടാരത്തിൽ ഇവർ ഒത്തുചേരുകയും ശുശ്രൂഷകൾക്കായി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ സംരക്ഷണവും ജപമാലയുടെ കരുത്തും
ഇവരെ പുതിയ കാലത്തിൻ്റെ ശുശ്രൂഷകരാക്കി മാറ്റുന്നു. സമീപത്തെ ഭവനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പൊതിച്ചോറുകൾ ഇവർ തെരുവുകളിലെ മക്കൾക്ക് നൽകുവാനായി യാത്രയാകുന്നു. ഇവരുടെ ശുശ്രൂഷകൾ വഴി വാടക ഗുണ്ടകളായും മദ്യപാനികളുമായ അനേകം മക്കൾക്ക് ഇവർ പുതിയ ജീവിതം നൽകുന്നു. എങ്കിലിപ്പോൾ ഞായറാഴ്ചകളിൽ നമ്മുടെ സഹോദരങ്ങളൊരു 10, 20, 15 പേര് സ്ഥിരമായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ഫോർട്ട് കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം ചോറ് കൊടുക്കുന്നുണ്ട്. ഒരു 150ഓളം പൊതികൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത സാധാരണക്കാരായിട്ടുള്ള പ്രശ്നങ്ങളുള്ള വീടുകളിലും കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു പ്രവർത്തനമായിട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ യുവാക്കളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ 3-4 പേര് ഈ അവസ്ഥയിൽ തിരിച്ചു വന്നിട്ടുണ്ട്, നല്ല ജീവിതം നയിക്കുന്നുണ്ട്. അതിൽ 1-2 പേര് ധ്യാനമൊക്കെ കൂടി വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അവർ സ്ഥിരമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരികയും അവരിലൂടെയാണ് ഇപ്പോൾ ഒത്തിരി സഹോദരൻ, കാരണം ഇവരുടെ ഗ്യാങ്ങിൽ ഒരു 10, 20, 30 പേരും പഴയ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇയാൾ മാറിക്കഴിഞ്ഞാൽ പലരും ചോദിച്ചാൽ എന്നെയും കൂടി ഒന്ന് രക്ഷിക്കുക എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരും. അപ്പോൾ അങ്ങനെ സാഹചര്യം അനുസരിച്ച് ഓരോരുത്തരും നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ ഇവിടെ തൊടുപുഴയിൽ ഇടുക്കിയിൽ തന്നെ മൂലമറ്റൊന്നൊരു ഹോസ്പിറ്റലുണ്ട്, ബിഷപ്പ് ബാലയിൽ ഹോസ്പിറ്റലാണ്. ബിഷപ്പ് ബാലയിൽ ഹോസ്പിറ്റൽ. അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മളൊരു 6-7 പേരെ ഇപ്പോൾ ചികിത്സിച്ചു. അവിടെ ആകുമ്പോൾ ഇപ്പോൾ കടന്നു ചെല്ലുന്ന വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട്, കാരണം പൊതുവായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ പോലെ തോന്നുള്ളൂ. ഒരു ചെക്കപ്പിന് ചെല്ലുന്നു പറഞ്ഞ് ചെന്നിട്ട് സഡേഷൻ എന്തെങ്കിലും കൊടുത്ത് അവിടെ അഡ്മിറ്റ് ചെയ്യുക ചെയ്യാറ്. അങ്ങനെ ഒത്തിരി പേര് ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇപ്പോൾ ഈ ഏതെങ്കിലും തങ്ങി നിൽക്കുന്ന ഓർമ്മകളുണ്ടോ അവരെക്കുറിച്ചുള്ള ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച്? നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള വ്യക്തിയുണ്ട്. ഇപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ വെട്ടും കുത്തും പരിപാടിയൊക്കെ ആയിട്ട് ഒത്തിരി കേസുകൾ 10-12 കേസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം ചെയ്യാത്തൊരു കുറ്റത്തിന് അദ്ദേഹത്തിന് വിധിച്ചു എന്ന് പറഞ്ഞാൽ ഒരു 10-15 ദിവസം അകത്ത് കിടക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടി പ്രാർത്ഥനയിലൂടെ അതുപോലെ തന്നെ ധ്യാനത്തിലൂടെയും പുള്ളിനെ തിരിച്ചു കൊണ്ടുവന്നു. പല അച്ഛന്മാരുടെയും എല്ലായിടത്തും പോകുമ്പോഴും നമ്മൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തും. അങ്ങനെ പൊതുവേ ഇദ്ദേഹം നന്നായി എന്നുള്ളൊരവസ്ഥയിൽ പുള്ളിക്ക് മാറാൻ പറ്റാത്തൊരവസ്ഥയായി. വളരെ നല്ല രീതിയിൽ പുള്ളി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടെ അദ്ദേഹം ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ ജീവിതം നയിച്ചു പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് കല്യാണം കഴിഞ്ഞു, വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഭാര്യ ഉൾപ്പെടെ എല്ലാ ഞായറാഴ്ചയും എല്ലാ ദിവസങ്ങളും പ്രയറിന് വരുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയുടെ വിശുദ്ധിയും സ്നേഹവും ഈ ശുശ്രൂഷകനെ കരുത്തനാക്കുന്നു. തിരുസഭയോട് ചേർന്ന് ശുശ്രൂഷകൾ ചെയ്യുവാൻ പരിശുദ്ധ അമ്മയുടെ കരുതൽ കൂടുതൽ ശക്തി നൽകുന്നു. നിങ്ങളിപ്പോൾ എത്ര പേരുണ്ട് ഈ ടീമിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10-30 പേരിൽ മേലുണ്ട്. ആക്റ്റീവായിട്ടൊരു 20-25 പേരുണ്ട്. ഇപ്പോൾ അവരെല്ലാവരും ഇതിനകത്ത് തന്നെ ഈ പറഞ്ഞ പരിപാടികളൊക്കെ തന്നെ ചെയ്യുന്നതല്ലേ? എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത്. അവിടെയും നമുക്ക് നമ്മുടെ ഒരു ലീഡർഷിപ്പുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് കാഴ്ചക്ക് ഇത്തിരി ജെയിംസ് എന്ന പേര്, കാഴ്ചക്ക് ഇത്തിരിയല്ല കാഴ്ചക്ക് പ്രോബ്ലമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്ത് പറഞ്ഞാലും വേണ്ടെന്ന് പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ മുമ്പോട്ട് പോയിക്കണം. കാരണം പ്രാർത്ഥിച്ചിട്ടൊരു തീരുമാനം എടുക്കുന്ന രീതിയിലാണ്. അങ്ങനെയാണ് പൊതുവെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പിന്നെ നമ്മുടെ അച്ഛന്മാരോടും അതുപോലെ ഇടവകയോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. ടോമി അച്ഛനോട്, ഇപ്പോൾ ഇതിനു മുമ്പുണ്ടായ എല്ലാ അച്ഛനും, ജോയി അച്ഛൻ, പിന്നെ പല ആൾക്കാരും നമുക്ക് ഗൈഡൻസ് തരുന്ന നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. പിന്നെ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അലക്സാണ്ടർ അച്ഛനെ അല്ലെങ്കിൽ നല്ല ബ്രദേഴ്സിനെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ. കുമ്പളങ്ങി ഗ്രാമം ഇന്ന് ലോക ഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് കുമ്പളങ്ങിയിൽ ഇന്ന് 7 ഇടവകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുമ്പളങ്ങിയിലേക്ക് വരുവാനായിട്ട് 2 പുതിയ പാലങ്ങൾ, കുമ്പളങ്ങി പാലവും എഴുവന്നൂർ പാലവും തുറന്നതോടുകൂടി പട്ടണത്തിലുള്ള ഒത്തിരിയേറെ ദുഷിച്ച പ്രവണതകളും കുമ്പളങ്ങിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും അതിപ്രസരം ഇവിടുത്തെ യുവാക്കളെ
വഴിതെറ്റിക്കുന്ന ഒന്നായി തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ടെനിയെപ്പോലുള്ള ഒത്തിരിയേറെ യുവാക്കൾ കർത്താവിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ലഹരിക്ക് അടിമപ്പെട്ട ഒത്തിരിയേറെ സഹോദരങ്ങളെ നന്മയുടെ പാതയിലേക്ക് എത്തിക്കുവാനായിട്ട് ഇവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു. മാനസികമായിട്ട് തകർന്നവരെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ, മറ്റു പല വിധത്തിലെ പീഡകൾ അനുഭവിക്കുന്നവരൊക്കെ ഇവരുടെ ഒരു കൂട്ടം യുവജനങ്ങൾ, കുമ്പളങ്ങിയിലുള്ളവർ തന്നെ യോജിച്ച് ഒന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇവരെയൊക്കെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന ജപമാല കൂടാരത്തിൽ ഇവർ ഒത്തുകൂടുകയും പ്രാർത്ഥനയിലൂടെ ശക്തി സംഭരിച്ചുകൊണ്ട് ആ നന്മയുടെ ശക്തി മറ്റുള്ള അനേക ആയിരങ്ങൾക്ക് ഇവർ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ആഹാരത്തിൻ്റെ രൂപത്തിലാണ്, അതോടൊപ്പം തന്നെ വസ്ത്രത്തിൻ്റെ രൂപത്തിൽ, മരുന്നിൻ്റെ രൂപത്തിൽ, മറ്റ് ചികിത്സയും മറ്റു സഹായത്തിൻ്റെ രൂപത്തിലൊക്കെ ഇവരെ ഒത്തിരിയേറെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ടെനിയും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റു സഹോദരങ്ങൾ ചെയ്യുന്നത്. 1992-98 കാലഘട്ടത്തിലാണ് കേരളത്തിലെ തടവറ ശുശ്രൂഷയിൽ ഫുൾ ടൈം ആയിട്ട് വ്യാപൃതനാകാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. POCയിൽ കേന്ദ്രമാക്കിക്കൊണ്ട് ജീസസ് ഫ്രറ്റേണിറ്റിയുടെ സ്റ്റേറ്റ് ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ജെറീക്കോ പ്രാർത്ഥന എന്ന ആ പ്രാർത്ഥന സെൻറ്റ് ആൽബർട്ട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനുള്ള ആ ഒരു ഭാഗ്യം ഒരു വലിയൊരു അവസരമായിട്ട് ഞാൻ കാണുകയാണ്. ആ അവസരത്തിലാണ് കുമ്പളങ്ങിയിൽ നിന്നും കുറേ ചെറുപ്പക്കാർ ജെറീക്കോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്നത്. തടവറയിൽ കഴിയുന്ന സഹോദരങ്ങൾ മോചിതരാകട്ടെ, വാടകയ്ക്ക് കൊല്ലുന്ന വാടക കൊലയാളികൾ എന്ന ആ കാലഘട്ടത്തിൽ എറണാകുളം പട്ടണത്തിൽ വളരെയേറെ ഉണ്ടായിരുന്നൊരു സമയമാണ്. അവരവരുടെ ആയുധം വെച്ച് കീഴടങ്ങട്ടെ, മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട മനുഷ്യർ അതിൽ നിന്നും മോചിതരാകട്ടെ, ഇങ്ങനെയുള്ള ഓരോ വാക്കുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയും കരങ്ങളിൽ ഏന്തി സ്കൂൾ ഓഡിറ്റോറിയത്തിന് ചുറ്റും വട്ടം നടന്നൊരു 300-350ഓളം സഹോദരങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു ശക്തമായൊരു പടപ്പുറപ്പാടായിരുന്നു. ആ ഒരു കാലഘട്ടം ഇന്നും മനസ്സിൽ നിന്ന് മായാത്ത ഒരു അനുഭവമായിട്ട് നിലനിൽക്കുകയാണ്. അന്ന് വന്നവരെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കർത്താവിൻ്റെ സഭയുടെ വക്താക്കളായി ഈശോ തുടങ്ങി വെച്ച പള്ളിയുടെ പണി ഇനിയും പൂർത്തിയാക്കാനുണ്ട് എന്ന ആ ഒരു ബോധ്യത്തോടു കൂടെയുള്ള ഒരു പ്രേക്ഷിതരായി ഇവരെല്ലാം തന്നെ രൂപാന്തരപ്പെട്ടൊരു അനുഭവം, ഒരു പ്രത്യേക അനുഭവമായിട്ട് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അങ്ങനെയാണ് ടെനി എന്ന പേരുള്ള ഈ ചെറുപ്പക്കാരനെയും ആ കൂടെ ഉണ്ടായിരുന്ന വർഗീസ്, ഷാജി, ഇങ്ങനെ കുറേ സഹോദരങ്ങളെ പ്രത്യേകിച്ചും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അവർ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയവരാണ്. എങ്കിലും അവസാനം യേശുവാകുന്ന വഴിയിലേക്ക്, നിത്യജീവൻ്റെ വഴിയിലേക്ക് ഒന്ന് തിരിയാൻ ഉള്ളൊരു മനോഭാവം കാട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടായി. അവരിലൂടെ ഒരു വലിയൊരു സമൂഹത്തിന് പോലും വെളിച്ചം കൊടുക്കത്തക്ക രീതിയിൽ നിത്യജീവൻ്റെ പാതയിലേക്ക് ആയിരങ്ങളെ കൈപിടിച്ചുയർത്താനുള്ള ഒരു ഉൾവിളി അവർക്ക് ആ പ്രാർത്ഥനയിൽ നിന്ന്, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലിരുന്നുള്ള ജെറീക്കോ പ്രാർത്ഥനയിൽ നിന്ന് അവർക്ക് ലഭിച്ചു. ശരിക്കും പറഞ്ഞാൽ കുമ്പളങ്ങി കരയിലുള്ള കുറേ പേരുടെ പ്രവർത്തനം, അതിൽ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് 2-3 പേരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ആ സ്ഥലത്ത് മാറ്റം വരുത്താൻ ഇടയാക്കി. ടെനിയുടെ പ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുന്ന സഹോദരന്മാരുടെ പ്രാർത്ഥനയിലും നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു മാറ്റം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയായത്. അത് പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥനയിലൂടെയും കൂതാശകളിലൂടെയൊക്കെ ആർജിക്കുന്ന ശക്തിയാണ്. അത് പ്രവൃത്തിയായിട്ട് കൊണ്ട് വരുന്നത്. എനിക്ക് കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, കുടുംബകാര്യങ്ങളും മറ്റൊക്കെ നടക്കണമെങ്കിൽ ഒരു വരുമാനം വേണമല്ലോ. അതെന്താ എങ്ങനെ നടക്കുന്നു എന്ന് പറയാമോ? അത് തമ്പുരാൻ്റെ കൃപയാൽ നല്ലതായിട്ട് പോകുന്നു. കാരണം പണ്ട് മുതലേ നേരത്തെ ഉണ്ടായിരുന്ന ജോലി ഞാൻ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടിയിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷം മുന്നേ അമ്മച്ചിക്കൊരു സ്ട്രോക്ക് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുട്ടിക്ക് അപ്പോൾ 1 വയസ്സായിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വൈഫിൻ്റെ ജോലി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ അമ്മച്ചിക്ക് കാരണം എന്ന് വെച്ചാൽ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പോൾ അത് ഉച്ച സമയത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാനും പിന്നെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കാനും, കൊച്ചിനെ നോക്കാൻ ഒരു ചേച്ചി വരുമെങ്കിലും നമ്മൾ കൂടെ ഉള്ളതുപോലെ വരില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളും ബിസിനസ്സായിരുന്നു എനിക്ക് പണ്ടേ താല്പര്യം. MBA പഠിച്ചതുകൊണ്ട് ബിസിനസ് എങ്ങനെയെങ്കിലും പുതിയ ബിസിനസ്സുകളിലേക്ക് ഇറങ്ങണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ബിസിനസ്, കാരണം പഠിച്ച കാലത്ത് തന്നെ MBAക്ക് പഠിക്കുമ്പോഴും ആദ്യമായിട്ട് ചെയ്ത് അന്ന് പശു വളർത്താണ് അറിയാവുന്നൊരു ബിസിനസ്സാണ് അറിയാവുന്ന തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊരു ബിസിനസ് സ്റ്റൈലിൽ ഒരു 8-10 പശുവിനെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് നല്ല രീതിയിൽ
ഒത്തിരി പാലൊക്കെ കൊടുത്ത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പശു വളർത്തിയിട്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് നിർത്തി, അമ്മച്ചിക്ക് സുഖമില്ലാന്നതിന് വന്നതിന്. പിന്നെ പന്നി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് പന്നിയുണ്ട്. പന്നി വളർത്താൻ 19 പന്നികളുണ്ട്. പന്നിയെ 6 മാസം 8 മാസം കൂടുമ്പോൾ കുറേശ്ശായിട്ട് വിറ്റ് കാര്യങ്ങളൊക്കെ നടന്നു പോകും. പിന്നെ കൂടാണ്ട് ഇപ്പോൾ ഒരു പച്ചക്കറി ഷോപ്പ് കൂടി സ്റ്റാർട്ട് ചെയ്തു. കാരണം ഈ കൃഷിയോട് വലിയ താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടുവളപ്പിൽ തന്നെ ചീരകൃഷി അങ്ങനെയുള്ള കൃഷികളൊക്കെ പണ്ട് മുതലേ ഉണ്ട്, അമ്മച്ചിയുടെ കാലഘട്ടം തൊട്ടേ ഉണ്ട് പലപ്പോഴും. അപ്പോൾ അതിനോടുള്ളൊരു കമ്പം തുടങ്ങിയപ്പോൾ വീട്ടിൽ ഒത്തിരി കൃഷികൾ, അപ്പോൾ നല്ല സാധനം കടയിൽ വിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി കുറേ നല്ല സാധനങ്ങൾ നമ്മുടെ നാടൻ സാധനങ്ങൾ വെക്കും. പോരാത്തത് നമ്മൾ നെട്ടൂർ മാർക്കറ്റിൽ പോയിട്ട് എടുത്തിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ച് അതും കൂടി വിറ്റ് ഇപ്പോൾ അതൊരു വരുമാന മാർഗ്ഗമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പല പല മേഖലകളിൽ. പക്ഷേ ഇപ്പോൾ പ്രവർത്തനങ്ങളും ഇതും എല്ലാം കൂടി യോജിച്ച് പോകുന്നതിനുള്ള ബിസിനസ്സുകളാണ് നോക്കുന്നത്. ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പറ്റിയ ഒരു ഫീൽഡാണ് തിരഞ്ഞെടുത്തത്. എന്തായാലും വേറെ കീഴിലല്ല. പണ്ട് പല ജോലികളും ഓഫീസിലിരുന്നുള്ള ജോലികൾ കിട്ടിയിട്ട് ഞാൻ പോകാതിരുന്നതിൻ്റെ മെയിൻ കാരണം ഫുൾ ടൈം അവിടെ ആയി പോകുന്നത്. എനിക്കിങ്ങനെ ഓടി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇഷ്ടം. ജോലി ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം, ജീവിതം ജോലിക്ക് വേണ്ടി ആകരുത് അല്ലേ? അങ്ങനെ ഒരു ആദർശത്തിലാണ് ടെനി പോകുന്നത് വാസ്തവത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ട് വീട്ടിലൊക്കെ വരുമാനം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ഈ മാതിരിയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു. ശരിക്കും ഒരു അൽമേയ പ്രേക്ഷിതത്വം എന്ന് പറയുന്നത് അത് തന്നെയാണ് വാസ്തവത്തിൽ. അൽമേരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ പരിമളമാകേണ്ടവരാണെന്നാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്. അതിന് ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം. പല അൽമേയർക്കും എങ്ങനെ ഒരു എന്നാലും പ്രാർത്ഥനയും ടീമിലേക്ക് കൂട്ടിണക്കി തരുന്നതും കർത്താവാണല്ലോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് നയിക്കുന്നുണ്ട് കർത്താവ്. തീർച്ചയായിട്ടും ഇത് അനേകർക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് ഈ പങ്കുവയ്ക്കൽ. ഞങ്ങളോട് സഹകരിച്ചതിന് ഏറെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കുന്നത് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയാണ്. കൂട്ടായ്മയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശുദ്ധിയിൽ വളരാൻ, സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ, ദൈവകൃപയാൽ വലിയ ദൈവാനുഗ്രഹം നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കുവാനും കുടുംബജീവിതം നയിക്കുവാനും സഭാജീവിതം നയിക്കുവാനും ഞങ്ങൾക്കിടയാകുന്നുണ്ട്. കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോകുന്നവരെ ഞങ്ങൾ തേടിപ്പോകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് ചെയ്യേണ്ട സഹായങ്ങൾ ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കൂട്ടായ്മ വളരുകയും നിലനിൽക്കുകയും ചെയ്യുന്നത്. അതിന് പ്രത്യേകമാംവിധം വൈദികരുടെ സഹായവും പ്രോത്സാഹനവും അവരുടെ പ്രാർത്ഥനയുമാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനം കൂടി അഴുക്ക് ജീവിതമെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലെ കുമ്പളങ്ങി എന്ന ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്ന് ഈ ഗ്രാമത്തിൽ പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്ന് ഒരുപിടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട് 2000 ആണ്ടിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ഒരു വലിയ പ്രാർത്ഥന രൂപപ്പെടുത്തുന്നു. 5.5 കിലോമീറ്റർ നീളത്തിൽ കുമ്പളങ്ങി ഗ്രാമത്തിൽ ജനങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രാർത്ഥന. അങ്ങനെ പ്രവർത്തനങ്ങൾ വളരെ ശക്തിപ്പെടുന്നു, പ്രാർത്ഥന കുറയുന്നു. ഒരു സുപ്രഭാതത്തിൽ പ്രാർത്ഥനാ കൂട്ടായ്മ പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാണ്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പല വ്യക്തികളും നഷ്ടപ്പെടുന്നു. കൂട്ടായ്മയിൽ നിന്ന് ആത്മഹത്യ വരെ സംഭവിച്ചു. ഇതിനുശേഷം കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥനാ കൂട്ടായ്മ വീണ്ടും അലക്സാണ്ടർ കുരിക്കാട്ടിൽ അച്ഛൻ എന്ന അച്ഛനിലൂടെ, ജീസസ് ഫ്രട്ടേണിറ്റിയുടെ മുൻകാല ഡയറക്ടറായിരുന്നു, അദ്ദേഹത്തിലൂടെ പ്രാർത്ഥനാ കൂട്ടായ്മ ശക്തി പ്രാപിക്കുന്നു. ശക്തി പ്രാപിച്ചതിന് ശേഷം ഇന്ന് കുമ്പളങ്ങി ജപമാല കൂടാരം എന്ന് പറയുന്ന കൂടാരത്തോട് ചേർന്ന് കൂടാരത്തിലെ കൂടാരവാസികളോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഈ കാലയളവിൽ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, പണ്ടുകാലത്തെ പ്രവർത്തനം എന്തുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്ന് ഇന്ന് മനസ്സിലാകുന്നത്. അന്ന് പ്രാർത്ഥന കുറവും പ്രവർത്തനം കൂടുതലുമായി മാറി. അന്നൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആ ഒരു മേഖലയിലൂടെയാണ് സഞ്ചരിച്ചത്. ഇന്ന് നേരെ മറിച്ചാണ് കാര്യങ്ങൾ. ഇന്നും ബോധ്യപ്പെട്ടത് ഒരു ആത്മാവിനെ നേടുക എന്നതിനേക്കാൾ വലുത് മറ്റൊന്നില്ലെന്ന് മനസ്സിലാകുന്നു. ഇന്ന് ആ ഒരു മേഖലയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി കൂട്ടായ്മയോട് ചേർന്ന് ഞാനും വളരെ തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കുന്നു. അനവധി ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പുതിയ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കുമ്പളങ്ങി എന്ന സുന്ദര ഗ്രാമത്തിൽ പുതിയ സുവിശേഷ സുഗന്ധം പകർന്ന് ഇവരും ഇവരുടെ കൂട്ടായ്മയും മുന്നേറുന്നു. സുവിശേഷം ഹൃദയങ്ങളിൽ കത്തിജ്വലിക്കുമ്പോൾ അത് എപ്രകാരം ഒരു സമൂഹത്തിന് പ്രകാശമേകുന്നുവെന്ന് നാം ഇവിടെ ദർശിക്കുന്നു. ആഴങ്ങളിലേക്ക് വലയെറിയുക എന്ന നമ്മുടെ നാഥന്റെ ആഹ്വാനം ഇന്നും ഒരു ഉണർത്തുപാട്ടായി മുഴങ്ങുന്നു.
നാം ഇന്നായിരിക്കുന്ന ഇത്തിരിയിടത്ത് നാഥൻ്റെ ഒരിറ്റു സുവിശേഷ ദീപം പ്രകാശിപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ആത്മാക്കളെ കർത്താവിനായി നേടുവാൻ നമുക്ക് സഞ്ചരിക്കാം.